അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ രണ്ടാമത്തെ ദിവസമാണെന്ന്. എന്നത്തെ പോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. സയാന മദ്രസയിലേക്കുള്ളതാണ്. അപ്പം രാവിലെ നല്ല ഉഷാർ കൊടുക്കണയാണ് ഞാൻ എണീറ്റ് വന്നത്. ബട്ട് കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് പോയപ്പോൾ എൻ്റെ ഉഷാറൊക്കെ ഏതിനെ പോയി എന്നറിയില്ല. കറണ്ടിൻ്റെ കാത്തു നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ചോറ് മെല്ലെ ആകുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അത്ര നേരത്തെ കത്തിച്ചിട്ടുള്ളത്. പിന്നെ രാവിലെ കഴിക്കാൻ ദോശയാണ്. ദോശമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഫ്ലാഷ് കത്തിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത്. പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, കറിക്കും ഉപ്പേരിക്കൊക്കെ ഉള്ളത്. അപ്പോൾ വെള്ളരിക്കക്കറിയാണ് വെക്കുന്നത്. അതൊന്ന് ഇത് കട്ട് ചെയ്ത് പച്ചമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള ക്യാരറ്റാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കർ കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് ഗ്യാസിലാണ് കേട്ടോ. അപ്പോൾ ഓരോ കുക്കർ മാറി മാറി വെക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഗ്യാസ് തീർക്കും. അങ്ങനെ ഞാൻ കുറേ തേങ്ങയൊക്കെ ചിരവിയെടുത്തു. നമ്മുടെ കറിക്കും ചട്നിക്കുള്ള തേങ്ങയൊക്കെയാണ് ചിരവിയെടുത്തിട്ടുള്ളത്. പിന്നെ കറിക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങയിൽ. പിന്നെ ചട്നിക്ക് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ട് ഈ മിക്സിയുടെ പരിപാടി തുടങ്ങിയപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ഒരു സമാധാനം. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതൊക്കെ അരക്കാൻ റെഡിയാക്കിയിട്ട് കറണ്ടും വരില്ലേന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ചോറൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കറിയിൽ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചൊന്ന് തിളച്ചപ്പോൾ തൈരും കൂടെ അടിച്ച് ചേർത്തിട്ടുണ്ട്. മോരുകറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്നിയും കൂടെ ഉണ്ടാക്കി. ചട്നി ഞാൻ വല്ലാണ്ട് ലൂസാക്കിയിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് റെഡിയായി. പിന്നെ നമ്മളിതേ ഉപ്പേരി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കെട്ടുകൊടുത്തൊന്ന് ആർഭാടായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് നേരെ കേട്ടോ. ഞാൻ ഈ ധൃതിയിൽ പണിയെടുക്കുമ്പോൾ എല്ലാം കൊടുത്ത് ഇവിടെ ഇങ്ങനെ പരത്തി വെക്കും. പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കും വേണം. പിന്നെ മാക്സിമം അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് വെറുക്കും. പിന്നെ ഇതേ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് വന്നതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അധികം അതിലാണ് എല്ലാം ചെയ്യാറ്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ ദോശ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കനും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ വെളിച്ചം വെച്ചപ്പോഴേക്കിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പുറത്ത് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഇതേ മോരുകറി, ചോറ്, ക്യാരറ്റ് ഉപ്പേരി, ചട്നി, ചിക്കൻ, അപ്പം. ഭയങ്കര എന്താ പറയുക വലിയൊരു മെനുവാണ് അല്ലേ. അപ്പോൾ അതേ പിന്നെ സ്കൂളിലേക്കുള്ളതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് ഉറങ്ങണവരൊക്കെ ഉണരാനുള്ള ഓരോരോ തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചൊക്കെ ഒന്ന് അടിച്ചോട്ടെ എന്ന് കരുതി കർട്ടനൊക്കെ നീക്കിയിട്ട് എല്ലാവരും ആട്ടി വിടുകയാണ്. ഇവരൊക്കെ നീറ്റാലുള്ളൂ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിയുന്നുള്ള ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുക. അങ്ങനെ ആ പ്രഭാത കൃത്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ചാടി ഇറങ്ങി. അങ്ങനെ സ്കൂളിലേക്കുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ട് ഞാനും ഐസും കൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അർഷാക്ക് പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ സ്കൂട്ടി കയറി നമ്മൾ നേരെ വീട്ടിൽ കുട്ടീനെ ആക്കി കൊടുത്തിട്ട് ഞാൻ ക്ലാസ്സിന് പോയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ടാറ്റാ.